പാർത്തൻ കണ്ട പരലോകം എന്ന ചിത്രത്തിലെ ജയറാം, ജഗതി, മുകേഷ് എന്നിവരുടെ അൺഎൻഡിങ് കോമഡി ഹിറ്റ്. എടാ, പടക്കുറുപ്പന്മാരുടെ തറവാടാ ഞങ്ങൾ. വാളും പരിചയം വെച്ച് പൂജിച്ച വിഗ്രഹമാണ്. അതാണ് നീ കട്ടെടുത്തത്. അതുകൊണ്ട് ഇവന്റെ ശിക്ഷ ഞാൻ വിധിക്കും. അതൊന്നും പോരാ ഇവന്. മുത്തച്ഛന്മാരുടെ കാലത്ത് പടക്കുറുപ്പന്മാരുടെ ഒരു മൂന്നാം മുറ പ്രയോഗമുണ്ട്. മുണ്ടുവെക്ക്, മുണ്ട് മടക്കി കുത്താൻ പറഞ്ഞു കേട്ടില്ലേ? മുണ്ട് മടക്കി കുത്തണോ? മുട്ടുകാലിൽ മുഴയുണ്ടോ? ഒരു മുഴയുണ്ട്. മുട്ടുകാലിൽ ഒരു മുഴയുള്ളവൻ കുടുംബപരമായി മുഴുക്കളനാണെന്നാണ് ശാസ്ത്രം. എന്റെ അനന്തരവനാണ്. കുറ്റമല്ലല്ലോ. ഒന്ന് പുറകോട്ടുന്നേ. ശിക്ഷ വിധിക്കുന്നത് ഞാനാണെങ്കിലും അത് നടപ്പാക്കേണ്ടത് ഈ കൃഷ്ണവൃത്ത കാരണവരായ തമ്പി അദ്ദേഹം. അതിന്റെ പുണ്യം അങ്ങേക്ക് കിട്ടും. പിന്നെ അത് ഞാൻ ഏറ്റു. നീ മിടുക്കനാണ് മാധവ. ഞങ്ങൾ പടക്കുറുപ്പന്മാരുടെ ആചാരപ്രകാരം ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് കാരണവരും നാട്ടുകാരും ഒരു വായ്ത്താരി ചൊല്ലണം. എന്ത് വായ്ത്താരി? എല്ലാവരും കണ്ണടച്ച് ചെവി മൂടി ഞാൻ പറയുന്ന വായ്ത്താരി ഏറ്റു ചൊല്ലിയട്ടെ. എല്ലാവരും കണ്ണടച്ച് ചെവി പൊത്തി ഇദ്ദേഹം പറയുന്ന വായ്ത്താരി ഏറ്റു ചൊല്ലണം. പടകാളി മുറ്റത്തെ പരദേവതമാരെ, പനങ്ങാട് ദേശത്തെ പരകോടിയാട്ടം. ഇത് 2 പ്രാവശ്യം ആവർത്തിച്ചട്ടെ. പടകാളി മുറ്റത്തെ പരദേവതമാരെ, പനങ്ങാട്ട് ദേശത്ത് പരകോടിയാട്ടം. പ്രിയമുള്ള ഭക്തജനങ്ങളെ, ശിക്ഷ നടത്തണം. അവന്മാരോട് പോയി എങ്ങോട്ട് പോയണോ? ഓടിപ്പോണോ? പനങ്ങാട്ട് ദേശം. അതാ കണാറിന്റെ വീട്ടിലെ പൂച്ച. ഒരു ലക്ഷം ഉണക്കമീൻ കൊടുത്താൽ പൊക്കോളൂ. പോലീസ് हमारे मिनिस्टर का दोस्त को कहां छुपाया? അയ്യോ, എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ. മലയാളത്തിൽ പറ പൂച്ചേ. കേന്ദ്രമന്ത്രി ബില്ലാരി യാദവിന്റെ ഒപ്പം ഗ്വാളിയറിൽ പഠിച്ച ചങ്ങാതിയ പാർത്ഥൻ. അയാൾ എന്നെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ഒളിപ്പിച്ചു വെച്ചൊന്നുമല്ല. കുട്ടമ്പറമ്പിൽ നിന്ന് കുറ്റിയും പറിച്ച് ഓടിയത് അവനാ. 24 മണിക്കൂറിനകം പാർത്ഥനെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയില്ലെങ്കിൽ പിന്നെ താൻ തീഹാർ ജയിലിൽ കിടന്ന് അഴിയെണ്ണേണ്ടി വരും. ചലോ. ആരൊക്കെയാടാ കാരണം അവനെ സഹായിക്കാൻ വരുന്നത്? ആദ്യം ഒരു വരത്ത മാധവൻ, ഇപ്പഴേ മന്ത്രിയും കരിമ്പൂച്ചകളും. എടാ, എവിടെങ്കിലും പോയാ പണ്ടാരക്കാരനെ കണ്ടുപിടിച്ചോണ്ട് ഇല്ല. അവന്മാര് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ജയിലിനകത്തായി പോകൂടാ. ഞാൻ കണ്ടുപിടിക്കും മുതലാളി. നാളെ നേരം വെളുത്ത് കോഴി കൂതുന്നതിന് മുമ്പ് ഞാൻ അവിടെ കണ്ടുപിടിച്ചിരിക്കും. രണ്ട് സാധാ മീൽസ് മേടിച്ചോണ്ടിരാൻ പറഞ്ഞു. ഇതെന്തോന്ന് ചാക്കം കെട്ടില്ലേ? ഇത് തൊണ്ടിയാ. കരടൻ തൊണ്ടി. ഓ, ആ തെണ്ടിയാ. ആ കള്ളത്തമ്പിയുടെ ചാരനായിട്ട് നമ്മളെ കണ്ടുപിടിക്കാൻ വന്നതാ. എന്താ എന്തൊരു വെയിറ്റ്? ഇവർക്ക് കരിമില്ലാണ് ഇതിരുന്ന്. വായിൽ പോണത്. നീ എന്തിനാണ് അവിടെ വന്നത്? എന്നൊന്നും ചെയ്യരുത്. ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് പ്രതിക്ക് പറയാനുള്ളത് കേൾക്കട്ടെ. അവനെ കൊണ്ട് ഞാൻ എന്തിനാണ് നീ ഇവിടെ വന്നത്? എന്റെ മുതലാളി പറഞ്ഞു കേട്ടോ. ഏത് മുതലാളി? എന്റെ മുതലാളി പലികുണം തമ്പിയാ. എന്തിന്? അതെ, നിന്റെ കൂടെ പഠിച്ച ഏതോ ഒരു കേന്ദ്രമന്ത്രി കൃഷ്ണവൃത്ത് വരുന്നുണ്ടെന്ന്. എന്റെ കൂടെ പഠിച്ച കേന്ദ്രമന്ത്രി? പഠിക്കുമ്പോ കുട്ടിയായിരുന്നു, ഇപ്പഴാണ് മന്ത്രിയായത്. അതാര്? ഏതോ ബില്ലാരി എന്നോ യാദവ് എന്നോ മറ്റാണ്. നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ബില്ലാരി, മദൻ ബില്ലാരി യാദവ്. ഗോളിവറിൽ നമ്മൾ ഒന്നിച്ച് ഹോസ്റ്റലല്ലായിരുന്നോ? പൊക്കം കുറഞ്ഞ ചട്ടിത്തലേ ബില്ലാരി. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലേ അയാൾക്ക് നല്ല ഓർമ്മയുണ്ട്. അയാൾ കേരളത്തിൽ ഉദ്ഘാടനത്തിൽ വരുമ്പോൾ ഇവിടെ വന്ന് നിന്നെ അന്വേഷിക്കും. അപ്പൊ നീ ഒളിവിലാണെന്നറിയും. അതിന് കാരണക്കാരനായി എന്റെ മുതലാളിയെ ഡൽഹിയിലുള്ള കരിമ്പൂച്ചകൾ വന്ന് വല്ല ബീഹാറിലോ തീഹാറിലോ കൊണ്ടു ചെന്നിടും. അതോർത്ത് കിണ്ടിത്തിനായിട്ട് ഈ എന്റെ മുതലാളി പേടിച്ച് തീർച്ചയായിട്ടിരിക്കുക. അതുകൊണ്ട് പാർത്താ നീ പുറം ലോകത്തേക്ക് വന്നേ പറ്റൂ. അല്ല, അയാൾ അകത്താകാതിരിക്കാൻ ഇവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവനകത്താകത്തില്ലേ? അതെ, നാട്ടുകാരുടെ കണ്ണിൽ ഇവൻ വിഗ്രഹമോഷ്ടാവല്ലേ? അവരിവനെ തല്ലി കൊല്ലൂലേ? തല്ലുമായിരിക്കും, പക്ഷെ കൊല്ലാതിരിക്കാനൊരു വഴിയുണ്ട്. ഞാനിപ്പോ കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കൊന്നില്ലല്ലോ. അതുപോലെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു. ഞാൻ പറയാം, പാർത്ഥൻ പുറത്തു വരും, പക്ഷെ ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? പാർത്ഥൻ അത് ശരി, എന്നോട് കണ്ടീഷൻ പറഞ്ഞിട്ട് പുള്ളിനെ വിളിച്ചിട്ട് പോവാ. നല്ല കണ്ടീഷൻ. കണ്ടീഷൻ പറയാം. ഞാൻ പുറത്തു വരണമെങ്കിൽ നിന്റെ ആ കള്ളത്തമ്പി നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി മാപ്പ് പറയണം. വിഗ്രഹമോഷണ കേസിൽ എനിക്ക് പങ്കില്ലെന്നും ഞാൻ നിരപരാധിയാണെന്നും എന്നെ കുരുക്കാൻ വേണ്ടി ഇത് അങ്ങേരൊരുക്കിയ തന്ത്രമാണെന്നും പബ്ലിക്കായിട്ട് വിളിച്ചു പറയണം. എങ്കിൽ പാർത്ഥൻ പുറത്തു വന്നിരിക്കും. അങ്ങേരകത്താവാതിരിക്കാൻ സമ്മതിച്ചോ? മുതലാളി മരക്കിട്ട് മാപ്പ് പറയണം. നീ പറയിപ്പിക്കണം. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അങ്ങേരിലെ വീണ്ടും സ്ഥാനാർത്ഥി. ഇത്തിരി എളിമ കാണിക്കാൻ പറ. എങ്കിൽ വോട്ടും കിട്ടും, പാർത്ഥനും പുറത്തു വരും.
ഇല്ലെങ്കിൽ മദൻ ബില്ലാരി യാദവിന്റെ കരിമ്പൂച്ചകൾ വേണ്ട, പറയിപ്പിക്കാം, മാപ്പ് പറയിപ്പിക്കാം. ഓക്കെ, വിഗ്രഹം കിട്ടി. കിട്ടിയോ? എന്റെ കൃഷ്ണ, സ്വപ്നത്തെ കാണിച്ചത് ഇത്ര അച്ചട്ടാവൂന്ന് ഞാൻ കരുതിയതേ ഇല്ല. സ്വപ്നത്തിലോ? അതേന്ന്, നേരം പുലരാറായപ്പോ ഇടത്തെ ചെവിയിൽ ഒരു സംഘനാദം. തെക്കേതിലെ കണാരന്റെ പൂവങ്കോഴി കൂവിയതാണെന്നാണ് ഞാൻ കരുതിയത്. പിന്നൊരു അശരീരി. ഭക്ത ശിരോമണിയായ ഫൽഗുനൻ തമ്പി, കുട്ടൻ നായരുടെ പറമ്പിന്റെ കിഴക്കേ മൂലയ്ക്ക് കുഴിക്കേ കളവുപോയ വിഗ്രഹം കിട്ടുമെന്ന്. കോൾമയിർ കൃഷ്ണ, ഇതവൻ തന്നെ കുഴിച്ചിട്ടാ എനിക്ക് ഉറപ്പാ. ഭഗവാനോ? അല്ലടോ പാർത്ഥ. വന്നല്ല, നിന്റെ അച്ഛന്റെ തലയുടെ അടിയിൽ തന്നെ കൊണ്ടുവച്ച് പണ്ടാറടങ്ങ് എന്നെടുത്തിടത്തന്നെ വെച്ചേക്കാം. ഇത്തരം കുറുക്ക് വഴി കൂടെ അല്ല പ്രാർത്ഥന തോൽപ്പിക്കേണ്ടത്. പോടിയോടുന്നു പോകാനോ? അങ്ങനെ പറ്റില്ലല്ലോ. എടുത്തു കൊണ്ടുവന്ന പോലെ തന്നെ തിരികെ കൊണ്ടാക്കാൻ. സുലൈമാനെ കൊണ്ടാക്കടാ. അത് പോരാ. പിന്നെ ആരാണോ എന്നെ ഇവിടെ കൊണ്ടുവന്ന് അവർ തന്നെ എന്നെ തിരിച്ചു കൊണ്ടുവരും. അതിന് നിന്റെ മറ്റവൻ വരും. സുലൈമാനെ, എന്നെ എന്തിനാ വിളിക്കുന്നത്? ഞാനാണ് ഇവളുടെ മറ്റവൻ. എന്നാ ഞാൻ പോവില്ല. വേണ്ട, ഇവിടെ എങ്ങാനും കിടന്ന് പണ്ടാറടങ്ങ്. ഇവിടെ എങ്ങനെയല്ല, ഇവിടെ തന്നെ കിടക്കാൻ പോകും. സുലൈമാനെ, ഞാൻ ഇല്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. പെണ്ണെ, നിനക്കെന്നെ അറിഞ്ഞൂടാ. എന്റെ കൺട്രോൾ തെറ്റിയ പിന്നെ പിടിച്ചാ കിട്ടില്ല. അതെ അതെ, പണ്ട് ഇതേപോലെ ഇവന്റെ കൺട്രോൾ പോയിട്ട് തിരിച്ചു കൊണ്ടുവരാം. ഞങ്ങൾ വിട്ട പാട്. അല്ലെങ്കിൽ ഞങ്ങൾ പോവാ. പൂങ്കൊടി, ഇവിടെ എന്തെങ്കിലും നടക്കും. ശവം. പൂങ്കൊടി, പടക്കവും തീപ്പെട്ടി ഒരുമിച്ചിരിക്കുന്നത് പൊട്ടൂലേ? പൊട്ടട്ടെ. ഗുരുവായൂർ വന്ന് കുളിച്ചു തൊഴുന്നതിന് പകരം എന്തിനാ ഇങ്ങനെ? എന്തിന്റെ കേടാ നിനക്ക്? ഗുരുവായൂർ വന്ന് എല്ലാ മാസവും 1-ാം തീയതി കുളിച്ചു തൊഴാൻ ഞാനുള്ളപ്പോൾ പിന്നെ വേറെ ആളെന്തിനാ? നീ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? ഇങ്ങനെയല്ലാതെ പിന്നെ ഇങ്ങനെ കുടിക്കാൻ പറ്റും. എന്തിനാ കുടിക്കുന്നതെന്ന്? അതല്ല, എന്തിനാ ഇങ്ങനെ വലിച്ചു മോന്തി കുടിക്കുന്നതെന്ന്? ചെറുപ്പത്തിലെ മുലകൂടി നിർത്തി, പിന്നെ എന്തെങ്കിലും ഒരു കുടി വേണ്ടെന്ന് വിചാരിച്ച് ഈ കുടി കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. എന്നാ പിന്നെ വല്ല പാലും മേടിച്ചു കുടിച്ചാൽ അത് നിന്റെ ശരീരത്തിൽ പിടിക്കൂലേ? ശരീരത്തിൽ പിടിക്കും, പക്ഷെ തലയ്ക്ക് പിടിക്കൂലല്ലോ. തലയ്ക്ക് പിടിക്കണമെങ്കിൽ നീയൊക്കെ ഈ ആനമൈക്ക് തന്നെ കഴിക്കണം. അതെ, ആനമൈക്ക് തന്നെ കഴിക്കണം. ഈ ആനമൈക്ക് ഒരു 2 അടിച്ചിട്ട് വേണം എനിക്ക് ഗുരുവായൂർ കേശവൻ നടക്കുന്ന പോലെ ചെവിയെ കാട്ടി ഒന്ന് നടക്കാം. അല്ല വാർത്ത, എനിക്കൊരു സംശയം. ഈ ആനകൾക്കൊക്കെ ഹിന്ദുക്കളുടെ പേരിടുന്നത് എന്തുകൊണ്ട് ക്രിസ്ത്യൻസിന്റെ പേരിട്ടുകൂടാ? ഏത് പാത്രത്തിൽ മാമോദീസ മുക്കും? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മുസ്ലിംസിന്റെ പേരിട്ട് എന്താ കുഴപ്പം? എവിടെ കൊണ്ടുപോയി ആര് സുന്നത്തി? എന്താ മുതലാളി? ഇതാണോ ചെക്കൻ? അതെ. നിനക്ക് വല്ല കുഴപ്പം തോന്നുന്നുണ്ടോ? മുതലാളിക്കോ? ഇത് ഫൽഗുനൻ തമ്പി, പെണ്ണിന്റെ ഫാദറാണ്. ഹായ്, ഐ ആം വീരഭദ്രൻ. അകത്തേക്ക് ഇരിക്കാം. നൈസ് ഹൗസ്, എനിക്കിഷ്ടം. വൗ, ഇപ്പൊ വല്ല കുഴപ്പം തോന്നുന്നുണ്ടോ? മുതലാളിക്കോ? എന്താ ഈ ചെക്കനത് ഇങ്ങനെ? എങ്ങനെ? ഒരുമാതിരി ആണും പെണ്ണും കെട്ട. അതൊക്കെ നോക്കാനുണ്ടോ? ഇപ്പോഴത്തെ ഫാഷനല്ലേ? ഭാമയ്ക്ക് ഇഷ്ടപ്പെടണം, അതല്ലേ പ്രധാനം. അവക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുത്തണം, അവിടെയാ തന്റെ മിടുക്ക്. അവൾ ഒരു കഴിഞ്ഞ് വിളിക്ക്. എങ്ങനെയുണ്ട് ചെക്കൻ? നീ കണക്ക് പിടിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. 8 1 എത്രയാ? 9. അത് തന്നെ. അയ്യേ, ഈ അയ്യേ ഞാൻ ഒരിക്കൽ പറഞ്ഞതാ. ഇപ്പൊ നീയും പറഞ്ഞു. ഇനി അവൾ എന്ത് പറയോ ആവോ? എന്താ എല്ലാരും കൂടി അങ്ങോട്ടാ? നമ്മുടെ പാർത്തൻ കൊളക്കടയിൽ മരിച്ചെടുക്കുന്നു. അയ്യോ, ഇന്നലെ വരെ ഉണ്ടായിരുന്നതാണ് ഈശ്വര. ചതിച്ചോ പറച്ചോനെ? അത് ഞാനോ? അവനെവിടെ? ആര്? മറ്റവൻ. മറ്റവനോ? ഏത് മറ്റവൻ? കുഴപ്പക്കാരനാ, മുടിയനാ, ചാത്തനാ. നീ ഇതാരുടെ കാര്യം പറയുന്നത്? ഇന്നലെ രാത്രി എന്റെ ഈ 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ടത്. അവനെ ഉറക്കി ചാടുന്നത്. ഇവിടെ മുങ്ങിയവൻ അവിടെ പൊങ്ങി. ഇല്ല, പൊങ്ങിയില്ല. അവനവന്റെ കണ്ണിൽ കൂടെ നോക്കാൻ പറഞ്ഞു. ഞാൻ അതിൽ കൂടെ നോക്കിയപ്പോ 1000 മയിൽപീലികൾ. എന്റെ പടച്ചമ്പരാൻ, ഇവന്റെ ഉള്ളിൽ വല്ല ജിന്നു കൂടിയോ? എടാ പാർത്ത, എന്താണ് ഇവിടെ?
അവൻ ഇവൻ തന്നെ അവൻ കുളത്തിൽ ചാടിയവൻ. എന്തിനാണ് ഇന്നലെ കുളത്തിൽ ചാടിയത്? കുളത്തിൽ ചാടിയെന്നോ? ഇവനെന്താ വട്ടായി പോയോ? കുളത്തിൽ ചാടിയവൻ കുളത്തിൽ ചാടാത്തവരോട് ചോദിക്കുന്നു എന്തിനാ കുളത്തിൽ ചാടിയത്? കുളത്തിൽ ചാടാത്ത ഞാൻ എങ്ങനെ കുളത്തിൽ ചാടിയെന്ന് പറയും? എടാ സുലൈമാനെ, ഇവനെന്തിനാ കുളത്തിൽ ചാടിയത്? വിട്, ഇതിനുള്ള മാർഗം എനിക്കറിയാം. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു മാധവ. എന്ത് സ്വപ്നം? ആ ഞാൻ കണ്ടു. കണ്ടോ? കണ്ടില്ലേ? കണ്ടില്ലേ? ആ ഞാൻ കണ്ടതാണല്ലോ. ആണോ? ആ ഇങ്ങോട്ട് വാടാ. ഇന്നലെ വാറ്റടിച്ച് നിലതെറ്റി കാണും. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. അവിടെ തമ്പിയും കൂട്ടനും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രികയും കൊടുത്തു. അപ്പോഴാ നീ ഇവിടെ കണ്ടോ കണ്ടില്ലോ എന്ന് പറഞ്ഞ് കളിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വാടാ. ഒന്നേ പിന്നെ പോയി. എന്താ?